പ്രേക്ഷകരെ ഞാൻ ഓർമ്മിപ്പിക്കുന്ന മലപ്പുറം തിരൂരിൽ നടന്ന മലപ്പുറം പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം വലിയ വിജയമായിരുന്നു. ജനപങ്കാളിത്തം കൊണ്ടും അതുപോലെ അതിൽ പങ്കാളികളായി വന്ന പ്രതിഭകളുടെ അവതരണം കൊണ്ടും ഒക്കെ വളരെ ശ്രദ്ധ നേടി. നിങ്ങൾക്കറിയാം, ഫ്ലവേഴ്സിലും 24ലും ഈ പരിപാടി നമ്മൾ സംപ്രേഷണം ചെയ്തു. പക്ഷേ ഈ പ്രേക്ഷക സമ്മേളനത്തിൽ വികാരപരമായ കുറേ അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായി. അതിലൊന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ പേര് സിജിൽ പുത്തൂർ, ഗുരുവായൂരിനടുത്ത് പൂവത്തൂരിൽ നിന്നാണ്. ഒരു ദിവസം ആവറേജ് എത്ര മണിക്കൂർ 24 കാണുന്നുണ്ട്? 24 എൻ്റെ മക്കള് ന്യൂസ് മാത്രമേ വെക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് എന്ന് എന്നായിട്ട് അടി. അവർക്ക് സ്റ്റാർ മാജിക് വേണം, അവർക്ക് മറ്റുള്ള കളികൾ കൂടുതലാണ്. പക്ഷെ ഞാൻ ഇന്നിവിടെ വരാൻ കാരണം തന്നെ ഒരുപാട് ദിവസം എൻ്റെ അമ്മയ്ക്ക് ഞാൻ എൻ്റെ മൊബൈലിലാണ് ഞാൻ വെച്ചു കൊടുക്കണത്. TV ഇല്ലേ വീട്ടില്. അപ്പോൾ താങ്കളുടെ വീട്ടിൽ ഇനി മൊബൈൽ വെച്ച് കാണണ്ട, താങ്കൾക്ക് TV വാങ്ങിച്ചു തരും. അപ്പോൾ അമ്മയോട് പറഞ്ഞേക്ക് കേട്ടോ. ഓക്കെ. അപ്പോൾ താങ്കളുടെ പേരും ഒക്കെ ഞങ്ങളുടെ ആൾക്കാരുടെ അടുത്ത് കൊടുത്താൽ മതി. ഒരു വീട്ടിലൊരു TV എത്തും. ഒരു TV നമ്മൾ ഒരാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് നമ്മൾ കൊടുക്കും. അത് നമ്മൾ കൊറിയർ വഴി അയച്ചു കൊടുക്കും അല്ലേ? ഉറപ്പായും. നമ്മൾ തെറ്റിക്കോ? ഇല്ല, തെറ്റിക്കില്ല, നമ്മൾ കൊടുക്കും. അല്ല, വീട്ടിൽ കൊണ്ട് കൊടുക്കും എന്നാണ് ദീപക് ധർമ്മടം പറയുന്നത്. ഇതാണ് ദീപക് ധർമ്മടത്തിന്റെ പ്രശ്നം. എന്തെങ്കിലും പറഞ്ഞാൽ വീട്ടിൽ കൊണ്ട് കൊടുക്കാന്ന് പറയും. ഓക്കെ, ഇന്നലെ മോർണിംഗ് ഷോയിലും ഞാൻ ഈ കാര്യം പറഞ്ഞു. നമ്മൾ ഈ TV വീട്ടിലെത്തിക്കും. എന്താണ് ഈ അമ്മ മൊബൈൽ ഫോണിൽ ആണ് TV കാണുന്നത്, അല്ല ഈ പ്രോഗ്രാം കാണുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു TV ആ വീട്ടിൽ കൊടുക്കാം. ഇത് ഗുരുവായൂരിനടുത്ത് പവറട്ടി പൂവത്തൂരിലാണ്. അവിടെ സിജി എന്ന് പറയുന്ന ആളാണ് ഈ ആഗ്രഹം പറഞ്ഞത്. അത് യാഥാർത്ഥ്യമാകുന്നു. ദീപക് ധർമ്മടവും നമ്മുടെ സംഘവും TV കൈമാറാനായിട്ട് ഗുരുവായൂരിലെ പൂവത്തൂരിലെത്തിയിട്ടുണ്ട്. സൂരജ് സജി അവിടെ നിന്നും തത്സമയം ചേരുന്നു. സൂരജ് സജി, ഗുഡ് മോർണിംഗ്. ദീപക് ധർമ്മടവും സംഘവും അവിടെ എത്തിയിട്ടുണ്ടോ? SKN എന്തായാലും അന്ന് ദീപക് ധർമ്മടം പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ TV എത്തിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ദീപക് ധർമ്മടം ഈ വീട്ടിനകത്ത് TVയുമായി എത്തിയിട്ടുണ്ട്. അന്ന് ഈ നമ്മുടെ മലപ്പുറം ജില്ലാ സമ്മേളനം നടക്കുന്ന സമയത്താണ് ഈ സിജി PS പെരുവല്ലൂർ സ്വദേശിയാണ്. സിജി തന്റെ വിഷമം പങ്കുവെക്കുന്നത് അമ്മ മൊബൈലിലാണ് ഈ വാർത്ത കാണുന്നത്, 24 കാണുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. ആ അമ്മയുണ്ട്, സിജിയുണ്ട്. അതോടൊപ്പം തന്നെ അന്ന് ആ വേദിയിൽ വെച്ച് ഇത് പ്രഖ്യാപിച്ചത്, വീട്ടിലെത്തിച്ച് TV നൽകും എന്ന് പ്രഖ്യാപിച്ചത് ദീപക് ധർമ്മടമാണ്. ദീപക് ധർമ്മടവും ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. നമ്മുടെ മലപ്പുറം സമ്മേളനത്തിൽ ഒരു പ്രഖ്യാപനമായിരുന്നു അത്. അല്ല, ദീപക് ധർമ്മടം പ്രഖ്യാപിച്ചു എന്നുള്ളതല്ല, SKN പറഞ്ഞു, നമ്മളത് നടപ്പിലാക്കി. SKN പലപ്പോഴും പറയാറുണ്ടല്ലോ, 24 പറയുന്നത് ചെയ്യും, ചെയ്യുന്നതേ പറയൂ എന്നുള്ളത്. അതൊരു ആർമിയാണ് 24 എന്നുള്ളത്. അത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ SKN ഇതിൽ സംഭവിക്കുന്നത്. നമുക്ക് ഈ വേളയിൽ ഈ സിജി ആണ് യഥാർത്ഥത്തിൽ അന്ന് സമ്മേളനത്തിൽ വികാരപരമായി മൊബൈലിൽ TV കാണുന്ന കഷ്ടപ്പാടുകൾ പങ്കുവെച്ചത്. അതിന് പ്രശ്നത്തിന് പരിഹാരമായിട്ട് സ്പാനിയോ TV ആണ് ഫസൽ. സ്പാനിയോ TVയുടെ സെയിൽസ് മാനേജറാണ് ഫസൽ. വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ ഒരു പുണ്യകർമ്മത്തിൽ പങ്കാളിയാവാൻ പറ്റിയതിന് സ്പാനിയോ ടീമിന് നമ്മളെ ഈ ഒരു ഇതില് 24 ന്യൂസ് ചാനലിനോട് നന്ദി പറയുകയാണ്. SKN ഇതിൽ നമ്മുടെ ലക്കി ഡ്രോ നടത്തി നമ്മൾ 5 TV നൽകിയിരുന്നു. SKN ഓർക്കുന്നുണ്ടാവും. അതിൽ ഒരു ഭാഗ്യശാലി TV കിട്ടിയ ഒരാൾ SKNന്റെ അരികിൽ വന്നിട്ട് ഞങ്ങൾ TV കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. പക്ഷേ SKN അന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് ഭാഗ്യത്തിന് കിട്ടിയത് നിങ്ങൾ കൊടുക്കേണ്ടതില്ല, ഞങ്ങൾ മറ്റൊരു TV കൊടുക്കും എന്നുള്ളതാണ്. സ്പാനിയോ TV മറ്റൊരു TVയുമായി നമ്മൾ അരികിലേക്ക് എത്തുന്നു. സിജി, ഇപ്പോഴെങ്ങനെയാണ് മനസ്സിലൊരു എന്താണ് തോന്നുന്നത്? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് സാറേ. നമ്മള് യാദൃശികമായിട്ടാണ് അവിടെ വന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു സന്തോഷം തന്നത് സാറാണ്. 24 ആണ്. അപ്പോൾ അതിൽ എൻ്റെ കുടുംബങ്ങൾ എല്ലാവരും നല്ല സന്തോഷത്തിൽ. ഈ സിജി എന്ന് പറഞ്ഞിരുന്നത് എൻ്റെ അമ്മയ്ക്ക് മൊബൈലിൽ കാണിച്ചു കൊടുക്കുന്നുള്ളതാണ്. അമ്മയ്ക്ക് വേണ്ടിയാണ് മകനെന്ന് SKNോട് ഒരു TV കിട്ടിയാൽ നല്ലത്. ഈ വിഷമം പറഞ്ഞ ഉടനെ തന്നെ SKN TV തരുമെന്ന് പറയായിരുന്നു. സന്തോഷമുണ്ട്. ശ്രീകണ്ഠൻ സ്വാമി സാറിനെ എനിക്ക് വലിയ ആരാധനയാണ്. ഞാൻ ആദ്യം മുതൽ എൻ്റെ നല്ല പ്രായം തൊട്ട് ഞാൻ മൂപ്പരെ പരിപാടി കാണുന്നത്. എനിക്ക് വിഷമം കൊണ്ട് പറയാൻ പറ്റില്ല. കുഴപ്പമില്ല. SKN വളരെ ഇമോഷണലായിട്ടാണ് പ്രതികരിക്കുന്നത്. സൂരജ്, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു മുഹൂർത്തം അത് 24 പ്രേക്ഷകർക്കൊപ്പമാണ്. പ്രേക്ഷക സമ്മേളനത്തിലല്ല, 24ന്റെ ഫ്ലോറിൽ പറയുന്നതെല്ലാം ചെയ്യും എന്ന് SKN പറയാറുള്ളതാണ്. ചെയ്യാൻ പറ്റുന്നത് മാത്രമേ 24 പറയാറുള്ളൂ എന്നുള്ളത്, അത് നമ്മൾ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കിയാണ്. നമ്മുടെ സ്പാനിയോ TVയുടെ സെയിൽസ് മാനേജർ ഫസൽ തന്നെ ഇത് കൈമാറുകയാണ്. സൂരജ്, ഈ സന്തോഷ മുഹൂർത്തം വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഒരു ചാരിതാർത്ഥ്യമുള്ള സന്തോഷമുള്ള സമയമാണ്. കാരണം പ്രേക്ഷക സമ്മേളനത്തിൽ അങ്ങിത് പറഞ്ഞു. ഇന്ന് കൃത്യമായി 6 ദിവസമാണ്. SKN ഇതിൽ ഒരു കാര്യം, പ്രേക്ഷക സമ്മേളനം കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു.
നമ്മൾ തൊട്ടടുത്ത ഞായറാഴ്ച തികയും മുൻപ് 6-ാം ദിനത്തിൽ തന്നെ പൂവത്തൂരിലെ ഇതൊരു ഗ്രാമപ്രദേശമാണ്, തൃശ്ശൂരിൽ നിന്നും ഉള്ളോട്ട് വരണം, ഗുരുവായൂരിനടുത്ത് ഉള്ളോട്ടുള്ള ഒരു പ്രദേശമാണ്. പാവറട്ടിയിൽ നിന്നും പിന്നെയും ഒരു 3-4 കിലോമീറ്റർ വരണം. ഇവിടെ എത്തി ഇത് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഇത് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഇത് ഞങ്ങളുടെ ഒരു സാമൂഹിക ധർമ്മടം അമ്മയുടെ ഒരു സന്തോഷം പറഞ്ഞേക്കുക. അതുപോലെ മകൻ എന്തായാലും ആഗ്രഹം സാധിച്ചല്ലോ. ഇനി അമ്മയ്ക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും ടി വി ഇട്ട് കൊടുത്തോളാൻ പറയാം. പക്ഷേ അമ്മയോട് ദൂരെ ഇരുന്ന് ടി വി കാണാൻ പറയണം. കാര്യം വയസ്സുകാലത്ത് പ്രായമായില്ലേ, കണ്ണുകൾക്കൊന്നും പ്രശ്നം ഉണ്ടാകരുത്. എന്തായാലും നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. മലപ്പുറം പ്രേക്ഷക ജില്ലാ സമ്മേളനത്തിലാണ് നമ്മൾ ഈ ടി വി കൊടുക്കും എന്ന് പറഞ്ഞിരുന്നത്. ആ അമ്മയ്ക്കും സന്തോഷമായി. സിജി, താങ്കളും സന്തോഷമായിട്ടിരിക്കുക. പ്രേക്ഷകരൊക്കെ സന്തോഷമായിട്ട് ഇരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതുപോലെ ചില സുഹൃത്തുക്കൾ പറയുന്നുണ്ട് നമ്മളെ ED പേടിച്ചൊക്കെ തന്നെ നമ്മൾ ജേർണലിസ്റ്റ് എത്തിക്സ് കോംപ്രമൈസ് ചെയ്യുന്നുവെന്ന്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, കേരളത്തിലെ ഒരു മാധ്യമത്തെയും ED ഭയപ്പെടുത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മാധ്യമത്തിലേക്ക് റെയ്ഡ് നടത്താൻ ചെല്ലുകയോ അന്വേഷണം നടത്തുകയോ ഏതെങ്കിലും ഒരു മാധ്യമത്തെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് മാധ്യമങ്ങൾ ED പേടിക്കുന്നതെന്ന് താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതേസമയം ED ചാർജ് ചെയ്തിട്ടുള്ള കേസുകളിൽ അവർ ഈ പ്രതിയാക്കപ്പെടുന്ന ആളുകൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കുട പിടിക്കാനൊന്നും 24 ഇറങ്ങില്ല എന്നുകൂടി ഞാൻ താങ്കളെ ഓർപ്പിക്കുന്നു. അതിൻ്റെ ജോലി നമ്മൾ ഏറ്റെടുത്തിട്ടില്ല.